ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഗവൺമെൻറ് IT അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ IT അഡ്മിഷന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ ഈ IT അഡ്മിഷൻ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിങ്ങളുടെ മൊബൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക എന്നുള്ളതാണ്. ഈ ഒരു വെബ്സൈറ്റിലെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ITadmission.Kerala എന്ന് കൊടുത്താൽ തന്നെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാവുന്നതാണ്. ഇങ്ങനെയാണ് ഹോം പേജ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ കൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അതാത് ITയിലും ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 104 ഗവൺമെൻറ് ITയിലേക്ക് ഒരു അപേക്ഷ കൊടുത്താൽ മതി. അവിടുത്തെ 72 ട്രേഡിലേക്ക് നിങ്ങൾക്ക് ഒറ്റ അപേക്ഷ കൊടുത്താൽ മതി. അപ്പോൾ ഒരു അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ITകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത്രയും ITകൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു എബൌട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഹൗ ടു അപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും യൂസർ മാനുവൽ, NCVT പ്രോസ്പെക്ടസ്, SCVT പ്രോസ്പെക്ടസ്. അപ്പോൾ നിങ്ങൾ ഏതിലേക്കാണ് അപേക്ഷ സമർപ്പിക്കുന്നത്, NCVTയിലേക്കാണോ SCVTയിലേക്കാണോ, നിങ്ങളത് സെലക്ട് ചെയ്യുക. ആ ഒരു പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോസ്പെക്ടസ് വായിക്കാതെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കരുത്. കാരണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാണ്, ഏത് ട്രേഡാണ്, ഏത് കോളേജാണ് അടുത്തുള്ളത്, ഏത് IT ആണ് നിങ്ങളുടെ അടുത്തുള്ളത് എന്നൊക്കെ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. ഓക്കെ, അപ്പോൾ സർക്കാർ ITകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ NCVT എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള NCVTയുടെ അഫിലിയേഷൻ ലഭിച്ച ട്രേഡുകളിൽ 2024-25 പരിശീലന വർഷത്തിലെ പ്രവേശനത്തിനുള്ള പ്രോസ്പെക്ടസ് ആണിത്. ഈ ഒരു പ്രോസ്പെക്ടസിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പണം ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ അപേക്ഷ സമർപ്പണത്തിൻ്റെ വെരിഫിക്കേഷൻ ആരംഭിച്ചിരിക്കുന്നത് 10-ാം തീയതിയാണ്. അതായത് നമുക്കറിയാം, ആദ്യം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണം. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നമ്മുടെ ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITയെ പോയിട്ടൊന്ന് വെരിഫിക്കേഷൻ ചെയ്യണം. അത്രയും ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷ സമർപ്പണം പൂർണ്ണമാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപേക്ഷ ഓൺലൈനിൽ സമർപ്പിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പണം കഴിയുന്നില്ല. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ITയെ പോയിട്ട് നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് വെരിഫിക്കേഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വെരിഫിക്കേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ അപേക്ഷയും സമർപ്പിക്കാം, വെരിഫിക്കേഷൻ നടത്താം. അങ്ങനെ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജൂൺ 29 ആണ്. 29/6 5 മണി വരെയാണ് നിങ്ങൾക്കുള്ള സമയം. ജൂൺ 29 വരെയാണ് ഇപ്പോഴുള്ള ഡേറ്റ് പ്രകാരം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇനി അപേക്ഷ നിങ്ങൾ സമർപ്പിച്ചതിന് ശേഷം വെരിഫിക്കേഷൻ പറഞ്ഞല്ലോ, അങ്ങനെ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ 6 ആണ്. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലോ അല്ലെങ്കിൽ NCCയിലൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ എത്രയാണ് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് +2 ഉണ്ടെങ്കിൽ എത്ര ഗ്രേസ് മാർക്ക് കിട്ടും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് മെട്രിക് ട്രേഡ്, അതായത് SSLC 10ാം ക്ലാസ് പാസ്സായവർക്കുള്ള ട്രേഡാണ് മെട്രിക് ട്രേഡ്. നോൺ മെട്രിക് ട്രേഡ് എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് ഫെയിൽ ആയവർക്കുള്ളത്. നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായവർക്ക് നോണിലേക്കും കൊടുക്കാം, മെട്രിക്കിലേക്കും കൊടുക്കാം, രണ്ടിലേക്കും കൊടുക്കാവുന്ന. അപ്പോൾ നിങ്ങൾക്ക് അവിടെ SSLC ജയിച്ചവർക്കും തോറ്റവർക്കും പറ്റുന്ന നോൺ മെട്രിക് ട്രേഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വയർമാൻ, പെയിൻറ്റർ, വെൽഡർ, പ്ലംബർ, അങ്ങനെയുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രേഡുകൾ. ഇനി SSLC മെട്രിക് ട്രേഡുകൾ, അതായത് എഞ്ചിനീയറിംഗ് ട്രേഡുകൾ എന്ന് പറഞ്ഞാൽ SSLC ജയിച്ചവർക്ക്, സയൻസും കണക്കും ഉൾപ്പെടുന്ന SSLC തത്തുല്യ യോഗ്യത ജയിച്ചവർക്ക് ഉള്ളത്. അപ്പോൾ ഈ ഒരു ട്രേഡുകളുടെ ഡീറ്റെയിൽ എല്ലാം ഈ പ്രോസ്പെക്ടസിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസ് നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോസ്പെക്ടസ് വായിച്ച് മനസ്സിലാക്കി. അതിനുശേഷം വീണ്ടും ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂസർ മാനുവലുണ്ട്. യൂസർ മാനുവൽ നമ്മൾ എങ്ങനെ അപേക്ഷ സമർപ്പിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും യൂസർ മാനുവലിലുണ്ട്. അപ്പോൾ ഈ ഒരു യൂസർ മാനുവൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിലേക്ക് അത് ഡൗൺലോഡ് ആയിക്കോളും. അതും ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമ്മൾ ഡൗൺലോഡ് ചെയ്തു, എല്ലാം വായിച്ച് മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നമുക്ക് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾ എന്തൊക്കെയാണോ അതിൽ കൊടുക്കുന്നത് ആ ഒരു സർട്ടിഫിക്കറ്റുകൾ. ഇപ്പോൾ SSLCയുടെ എല്ലാം നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ അതിൽ വരും. അല്ലാതെ നിങ്ങൾ +2 NSS, NCC, EWS നിങ്ങളുടെ റിസർവേഷൻ്റെ ഒക്കെ കൊടുക്കുമ്പോൾ, റിസർവേഷൻ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെയുള്ളത് കൊടുക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് വെക്കുക. ആധാർ കാർഡ്, SSLC സർട്ടിഫിക്കറ്റ്, മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെക്കുക. പിന്നെ റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കി വെക്കുക. ഇത്രയെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പണം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പ്രോസ്പെക്ടസ് എല്ലാം വായിച്ച് മനസ്സിലാക്കി. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്ലൈ ഓൺലൈൻ. ഇവിടെ മേളിലുണ്ട് അപ്ലൈ ഓൺലൈൻ, ഇവിടെ താഴെയുണ്ട് അപ്ലൈ ഓൺലൈൻ. നിങ്ങൾക്ക് മേളിലുള്ള അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു യെല്ലോയിൽ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴ്സുകളെക്കുറിച്ചോ കോളേജുകളെക്കുറിച്ചോ ITയിലെക്കുറിച്ചോ എന്തെങ്കിലും സംശയമാണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഹെൽപ്പ് ഡെസ്കിൻ്റെ നമ്പർ ഇവിടെ ഉണ്ട്.
അപ്പോൾ ഈ ഒരു ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങൾക്ക് അതാത് ജില്ലയിലുള്ള ഹെൽപ്പ് ഡെസ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഹെൽപ്പ് ഡെസ്കിൽ വിളിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എബൌട്ടിൽ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് IT എന്നുണ്ട്. ഇത്രയും ഗവൺമെൻറ് ITകളാണ് നമുക്ക് കേരളത്തിലുള്ളത്. അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത്. നമ്മൾ ഒറ്റ അപേക്ഷ കൊടുക്കുന്നുള്ള എല്ലാ ITയിലേക്കും. അപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ഒരു ഗവൺമെൻറ് IT ചെങ്ങന്നൂർ, ആ ഒരു ITയിൽ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു IT ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ITയിൽ എന്തൊക്കെ കോഴ്സുകളാണെന്ന് അറിയണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ചെങ്ങന്നൂർ IT എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇത്രയും കോഴ്സുകളുണ്ടെന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. കണ്ടോ? അപ്പോൾ ഈ ഒരു അവിടെ ഏതൊക്കെയാണ് മെട്രിക് കോഴ്സുകൾ, ഏതൊക്കെയാണ് നോൺ മെട്രിക് കോഴ്സുകൾ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കൂടാതെ ആ ITയിൽ നിങ്ങൾക്ക് വിളിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഓൺലൈൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. നിങ്ങളുടെ SSLC ബുക്കിലുള്ള ആ ഒരു പേര് തന്നെ കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുക. ആപ്ലിക്കേഷൻ നെയിം ഉള്ളിടത്ത് അതിന് തൊട്ട് താഴെ മൊബൈൽ നമ്പർ. ഞാൻ പറഞ്ഞല്ലോ, മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് വർക്കിംഗ് മൊബൈൽ നമ്പർ കൊടുക്കണം. അതിലേക്കാണ് നിങ്ങളുടെ ഫ്യൂച്ചറുള്ള എല്ലാ SMS വരുന്നത്. അപ്പോൾ ഈ മൊബൈൽ നമ്പർ തന്നെയാണ് നിങ്ങളുടെ യൂസർ ID. ഓക്കെ, യൂസർ ID എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ മൊബൈൽ നമ്പർ കൊടുത്താണ് ലോഗിൻ ചെയ്യേണ്ടത്. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ മെയിൽ അഡ്രസ്സ്. ഈ മെയിൽ അഡ്രസ്സ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ജിമെയിലോ യാഹുവോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള മെയിൽ ID അത് കൊടുക്കുക. പക്ഷേ വർക്കിംഗ് ആയിരിക്കണം. ആ മെയിലിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് അതിൽ വരുന്ന മെയിലുകൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കണം. പിന്നെ താഴെ പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ്. യൂസർ നെയിം ഞാൻ പറഞ്ഞു മൊബൈൽ നമ്പറാണ്. പാസ്വേഡ് നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു പാസ്വേഡ് ഫസ്റ്റ് എൻ്റർ ചെയ്യുക. ആ പാസ്വേഡ് തന്നെ താഴെ ഒന്നുകൂടെ കൊടുക്കുക. കാരണം നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത് രണ്ടാമത് ടൈപ്പ് ചെയ്ത് പാസ്വേഡ് ചെക്ക് ചെയ്യുക. രണ്ടും ഒന്നായിരിക്കണം. പാസ്വേഡ് കറക്റ്റായിട്ട് കൊടുക്കുക. എൻ്റർ ക്യാപ്ച എന്ന് പറയുന്നത് താഴെ ഇവിടെ കാണാമല്ലോ, ഒരു 078FB7 എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ വേറൊരു ക്യാപ്ച ആയിരിക്കും. ആ ക്യാപ്ച അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രജിസ്റ്റർ നൗ എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. ഇനി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ലോഗിൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് അവിടെ നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പർ, അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കൊടുത്തില്ല ഒരു മൊബൈൽ നമ്പർ, ആ മൊബൈൽ നമ്പറാണ് നിങ്ങളുടെ യൂസർ ID. ആ മൊബൈൽ നമ്പർ അവിടെ കൊടുക്കുക. നിങ്ങളുടെ ആ ഒരു പാസ്വേഡ് അവിടെ കൊടുക്കുക. നിങ്ങൾ കൊടുത്ത പാസ്വേഡ് കൊടുക്കുക. ഈ ക്യാപ്ച അവിടെ എൻ്റർ ചെയ്യുക. ഇവിടെ എന്താണ് ക്യാപ്ച കാണിക്കുന്നത്? ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന N45S7W എന്നാണല്ലോ, അതവിടെ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ എന്താണ് കാണിക്കുന്നത് അതവിടെ ടൈപ്പ് ചെയ്യുക. ലോഗിൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്നൊരു SMS സന്ദേശം ഉടൻ ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്നുള്ളൊരു മെസ്സേജ് വരും. അപ്പോൾ അപേക്ഷാ ഫോമിൻ്റെ ആദ്യത്തെ പേജ് എന്ന് പറയുന്നത് പേഴ്സണൽ ആൻഡ് ക്വാളിഫിക്കേഷൻ ഇൻഫർമേഷൻ ആണ്. ആ ഒരു പേജിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ സാധിക്കും സെലക്ട് മെട്രിക് സ്കീം. അത് നിങ്ങൾ SSLC ആണോ THSLC ആണോ അതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണോ അതേഴ്സ് CBSE തുടങ്ങി മറ്റ് സ്കീം പഠിച്ചവർ അതേഴ്സ് കൊടുക്കണം. 2013 അതിനു ശേഷമോ SSLC THSL വിജയിച്ച വർഷം, അതിനു മുമ്പ് വിജയിച്ചവർ നോട്ട് ഇൻ ലിസ്റ്റ് എന്നും തിരഞ്ഞെടുക്കുക. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് കൊടുക്കുക. അതിനുശേഷം 2013 അതിനുശേഷം SSLC THSC കേരള സിലബസിൽ പഠിച്ചവർക്ക് രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള രജിസ്റ്റർ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ ഇവിടെ കൊടുത്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് എല്ലാ ഡീറ്റെയിലും ഇവിടെ വന്നോളും. ഓക്കെ, എന്നിട്ട് നിങ്ങളത് സേവ് ഫിൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫോ എന്നുള്ള അടുത്ത പേജിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് ചെയ്തതിൻ്റെ പഴയ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. ആ വീഡിയോ കണ്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത പേജിലേക്ക് പോകുക. അപ്പോൾ എന്ത് പോകുമ്പോഴും അവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് ക്ലിക്ക് ചെയ്ത് വേണം അടുത്ത പേജിലേക്ക് പോകാൻ വേണ്ടി. ഇത് അടുത്ത പേജിലേക്ക് വരുമ്പോൾ അവിടെ എന്താണുള്ളത്? അവിടെ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ്, നിങ്ങളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലെ അഡ്രസ്സ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വേറൊരു വീട്ടിലാണ്, നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീടും രണ്ടാണെങ്കിൽ രണ്ട് വീട്ടിലെ അഡ്രസ്സ് കൊടുക്കാം. അതല്ല ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്നുള്ള അവിടെ അടുത്ത് കോപ്പി പോകുന്നുണ്ട്. അവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അഡ്രസ്സ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പി ആയിക്കോളും. അപ്പോൾ അവിടുത്തെ പോസ്റ്റ് ഓഫീസ് പിൻകോഡ് അത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ആ ഇമെയിൽ അഡ്രസ്സ്, നിങ്ങൾ ആദ്യം കൊടുത്ത മെയിൽ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ ഗാർഡിയൻ്റെ നിങ്ങളുടെ പേരൻസിൻ്റെ ഫോൺ നമ്പർ മൊബൈൽ നമ്പർ അവിടെ കൊടുക്കുക. പിന്നെ നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങളവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് ഫിൽ അതർ ഇൻഫോ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോവുക. അങ്ങനെ അവിടെ വന്നിട്ട് അവിടെ നിങ്ങൾ ജവാൻ കാറ്റഗറിയാണ് അത് കൊടുക്കുക. NCC ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. നിങ്ങളിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ റിസർവേഷൻ്റെ ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിനൊക്കെ ബോണസ് പോയിന്റ് ലഭിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറി ഉണ്ട്. അത് നിങ്ങൾ ഏതൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത് അതെല്ലാം സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾ അടുത്ത സേവ് ആൻഡ് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള അടുത്ത പേജിലേക്ക് വരിക. ഇവിടെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ചൂസ് ഫയൽ എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് അതിൽ അപ്ലോഡ് ചെയ്യുക. ഇവിടെ അപ്ലോഡ് ചെയ്യാനൊന്നും പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകാം. അപ്ലോഡ് ചെയ്യാൻ പറയുവാണെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്താണ് അടുത്തത്? സേവ് ഓഫ് യുവർ ട്രേഡ് ചോയ്സ് എന്നുള്ളതാണ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇവിടെയാണ് നിങ്ങൾ കോളേജുകളും അല്ലെങ്കിൽ ITകളും നിങ്ങളുടെ ട്രേഡുകളും സെലക്ട് ചെയ്യേണ്ടത്.
അപ്പോൾ നിങ്ങൾക്ക് എത്ര ജില്ലയിലേക്കും അപേക്ഷ കൊടുക്കാവുന്നതാണ്, എത്ര കോളേജുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കോളേജുകൾ നിങ്ങൾ ഏത് ഓർഡറിൽ വേണമെങ്കിലും സെലക്ട് ചെയ്ത് യാതൊരു കുഴപ്പമില്ല. കാരണം എല്ലാ കോളേജുകളിലേക്കും അപേക്ഷ പോകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ പോയിട്ട് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ITI പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ട്രേഡാണ്. ട്രേഡ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വേണം ഒന്നാമതായിട്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇലക്ട്രോണിക്സ് ആണ്, നിങ്ങൾ ഒന്നാമതായിട്ട് ഇലക്ട്രോണിക്സ് വെക്കുക. അത് ലഭിച്ചില്ലെങ്കിൽ അടുത്ത ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? മെക്കാനിക്കൽ എങ്കിൽ രണ്ടാമതായിട്ട് മെക്കാനിക്കൽ വെക്കുക. ഇനി ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ നിങ്ങൾക്ക് ലഭിച്ചില്ല ഏതാണ് വേണ്ടത്? ഓട്ടോമൊബൈൽ ആണെങ്കിൽ ഓട്ടോമൊബൈൽ. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് നിങ്ങൾ ആ ഒരു ഓപ്ഷൻ വെക്കുക. അപ്പോൾ ട്രേഡ് വെക്കുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വേണം ഒന്നാമത് വെക്കാൻ, അതിനുശേഷം 2, 3 അങ്ങനെ വെക്കുക. ഓക്കെ, നിങ്ങൾ ആ മേലോട്ടുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ട്രേഡ് മുകളിലേക്ക് മാറും, താഴോട്ടുള്ള ക്ലിക്ക് ചെയ്താൽ താഴേക്ക് മാറും. ഇനി നിങ്ങൾക്ക് ആ ട്രേഡ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആ റെഡ് ക്രോസ് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രേഡ് മാറുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ട്രേഡുകൾ വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ട്രേഡുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? സേവ് ട്രേഡ് ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എപ്പോഴും സേവ് ക്ലിക്ക് ചെയ്ത് വേണം അടുത്തയിലേക്ക് പോകാൻ. പ്രിവ്യൂ യുവർ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് അപേക്ഷിച്ച സ്ഥാപനങ്ങളും ട്രേഡുകളും അപേക്ഷാ ഫോമിൽ പ്രിൻ്റ് ഔട്ടിൽ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രിവ്യൂ നോക്കുക, നിങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാം കറക്റ്റായിട്ട് വന്നു എന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളത് ചെയ്യുക. അവിടെ നമുക്കൊരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്. അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ടിക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അവിടെ ടിക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുക. ഒന്ന് മൗസ് ഇട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ടിക്കാവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? 100 രൂപ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് ചെയ്യേണ്ട ഇതിവിടെ പറയുന്നുണ്ട്. മേക്ക് പേയ്മെൻറ്റ് വിൻഡോ സെലക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കാം. ഓൺലൈൻ അപേക്ഷയിൽ മുഴുവൻ വിവരങ്ങളും നൽകി പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷാ സമർപ്പണം പൂർത്തിയാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഓൺലൈൻ അപേക്ഷ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ITIയിൽ പോയിട്ട് നിങ്ങൾ വെരിഫിക്കേഷൻ നടത്തണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പണം കറക്റ്റായിട്ട് ചെയ്യുക. അതിനുശേഷം അടുത്തുള്ള ഗവൺമെൻറ് ITI പോയി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.